നേതാക്കളെ, പ്രവർത്തകരെ, നാട്ടുകാരെ, ദേശീയ ജനതാദള വയനാടിന് അർഹതപ്പെട്ട ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യമുള്ള അവകാശങ്ങൾ, സംസ്ഥാനവും കേന്ദ്രവും കൂടിയുള്ള അവകാശങ്ങൾ ഇങ്ങനെ മൂന്നായി തരംതിരിച്ചിരുന്നു. ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സംസ്ഥാനത്തിന് പുറം സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റു അപായപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാകുമ്പോൾ കേന്ദ്രം ഇടപെട്ടുവരുന്നു. അതുപോലെ ദുരിതമുണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതമുണ്ടാകുന്ന സ്ഥിതിയാണെങ്കിൽ കേന്ദ്രം ഇടപെട്ടുകൊണ്ട് അവരുടെ വേണ്ട സംരക്ഷണവും അവരുടെ അവകാശങ്ങളും നേടിയെടുക്കാനും ആ ഭരണഘടനയുണ്ട്. പക്ഷെ ഇന്ന് നാം കാണുന്നത് കഴിഞ്ഞ 11 വർഷം കാലം കേന്ദ്രം ഭരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ന് ഓരോ സംസ്ഥാനത്തിലെയും അവരുടെ വരുതിയിലാക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമെല്ലാം പഴയകാല ജനപ്രതിനിധികളെയും പഴയകാല മറ്റു പാർട്ടിയുടെ അധ്യക്ഷന്മാരെയും പണം കൊടുത്ത് വരുതിയിലാക്കിക്കൊണ്ടായിരുന്നു അവർ മുമ്പോട്ട് പോയിരുന്നത്. പക്ഷെ പിന്നീട് ആ വരുതിയിലാക്കാത്ത ചില സംസ്ഥാനങ്ങളിൽ സാമ്പത്തിക ഉപരോധം നടത്തിക്കൊണ്ടുള്ള പ്രവർത്തനം നടത്തി. ഇത് കേരളത്തിലും സഹിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരടക്കം ഡൽഹിയിൽ പോയി സമരം നടത്തിയിരുന്നു. അത് മാറിക്കൊണ്ട് പിന്നീട് ഇപ്പോൾ കാണാൻ തോന്നുന്നത് കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യ രാജ്യത്തിലെ മാത്രമല്ല, ലോകത്തിൽ പോലും അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു ദുരിതമാണ് വയനാടിലുണ്ടായത്. വയനാടിലെ സ്ഥിതി എന്തായിരുന്നു? ഇന്നേക്ക് 118 ദിവസമായി വയനാട് ദുരിതമുണ്ടായിട്ട്. ആ ദുരിതമുണ്ടായപ്പോൾ കേരളത്തിലെ സംസ്ഥാന സർക്കാരുകളും കേരളത്തിലെ മറ്റു രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക സംഘടനകളും ഒത്തൊരുമയോടുകൂടി ആ ദുരിത പ്രദേശത്തിൽ എത്തിക്കൊണ്ട് അവിടെയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുകയായിരുന്നു. ഇത് സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധി ഉണ്ടായിരുന്നു. ഒരു സാമ്പത്തികപരമായി ഈ കാര്യങ്ങളിൽ സഹായിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആയിരുന്നു. ആ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയും സംസ്ഥാന സർക്കാരിനും അവിടുത്തെ ജനങ്ങൾക്കുമുണ്ടായിരുന്നു. ഒരു ആശ്വാസം നൽകുമെന്നൊരു ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായ അവസ്ഥ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് വയനാടിന് അർഹതപ്പെട്ട ഒരാശ്വാസം നൽകാതെയാണ് കേന്ദ്രം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ ഒരു സ്ക്വാഡ് വന്നു, കേന്ദ്രത്തിൽ പരിഷ്കരണമെന്നാണ് പറഞ്ഞത്. ആ സ്ക്വാഡ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേന്ദ്രത്തിന്റെ സഹായം ലഭിക്കും എന്ന് ഉറപ്പുണ്ടായാൽ ആ പ്രദേശത്തിൽ ആ സ്ക്വാഡ് സന്ദർശിക്കുകയും ചെയ്തു. സംസ്ഥാനത്തിന് ദുരിതാശ്വാസ നിധിയുണ്ട്. കേന്ദ്രത്തിന് പ്രാദേശികമായ ദുരിതാശ്വാസം നടക്കുമ്പോൾ അത് L0യിലാണ് ദുരിതാശ്വാസം ഉണ്ടാകുമ്പോൾ അത് പെടുത്തുന്നത് L1 കാറ്റഗറി. ദുരിതാശ്വാസ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് L2 കാറ്റഗറിയിലാണ് വരുന്നത്. നമ്മുടെ L3 കാറ്റഗറിയിൽ പെടുത്തണമെന്നാണ് L2 സാധിക്കുകയും അതേപോലെ പുറം സംസ്ഥാനത്തിൽ നിന്നാണ് ആവശ്യം ഉന്നയിച്ചത്. പക്ഷേ ഇപ്പോഴും ഒരു ആശ്വാസമുണ്ടായിരുന്നു. ദുരിതം നടന്നപ്പോൾ ആ മേഖല സന്ദർശിച്ചു. അപ്പോൾ അതിന്റെ തലേന്ന് സ്പെഷ്യൽ കാറ്റഗറി പോലീസ് ആ കേന്ദ്രം ഏറ്റെടുത്തുകൊണ്ട് എന്തിനായിരുന്നു ഏറ്റെടുത്തത്? നാളെ പ്രധാന എന്ന വയനാടിനെ ഒരു കൈത്താങ്ങായി പ്രഖ്യാപിക്കാൻ പ്രധാന